കസ്റ്റമറിനെ ഇനി ആർക്കും കിട്ടരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ആളെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. അത്രയും പ്രിയപ്പെട്ട ഒരു കസ്റ്റമറിൻ്റെ ഓർഡറാണ് കേട്ടോ ഇത്. ഈ പെട്ടി നിറയെ ഒരമ്മയുടെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടിയാണ് ആ അമ്മ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്തത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കസിനാണ് ഈ കസ്റ്റമർ. ആളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് കസ്റ്റമർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. 2 മാസം മുന്നേ പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ക്ഷമയോടെ സമയമെടുത്ത് സമാധാനമായി ചെയ്യുന്ന ഓർഡറുകൾ മാത്രമേ ഞാനിപ്പോൾ സ്വീകരിക്കാറുള്ളൂ. മോളുടെ പിറന്നാളിന് ഒരു മിനി ട്രോളി ആയിരുന്നു ആൾക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് ട്രോളി ഓർഡറൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആദ്യമേ ഒരു പേടിയൊക്കെ തോന്നിയെങ്കിലും ആ വർക്ക് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. മാളൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം പർപ്പിൾ ആയതുകൊണ്ട് ആ തീം തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ട്രോളി ഹാമ്പറാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഓരോ തിരക്കിലാണെങ്കിലും എൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളും ക്ഷമയോടെ കേട്ടിരുന്ന് വ്യക്തമായ മറുപടി തന്ന മാളൂട്ടിയുടെ അമ്മയ്ക്ക് 1000 നന്ദി. ഞാൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ട ഓർഡറാണെന്ന്. അതുകൊണ്ട് തന്നെ വെറുതെ ട്രോളിയിലേക്ക് വാങ്ങിയ സാധനങ്ങൾ ഇട്ട് കൊടുക്കാതെ എല്ലാം മോൾക്ക് ഇഷ്ടപ്പെട്ട കളർ തീമിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. 2 മാസം മുന്നേ ഓർഡർ കൺഫേം ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം നന്നായി ചെയ്യാനുള്ള സമയവും ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അമ്മ പറഞ്ഞു തന്നപ്പോൾ ഞാനത് കളക്ട് ചെയ്ത് മോൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നു. എല്ലാ സാധനങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പർപ്പിൾ തീമിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അവസാനം ട്രോളി ഹാമ്പറിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു സുന്ദരിയെ കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ആ സുന്ദരിക്കുള്ള കുപ്പായമാണ് ഈ തുന്നിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എൻ്റെ സുന്ദരിയെ? നമ്മുടെ മാളൂട്ടിക്ക് ഒരു കുഞ്ഞനുജൻ കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞനുജനുള്ള സമ്മാനങ്ങളും ഞങ്ങൾ ഈ പെട്ടിയിൽ കരുതിയിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞ് പാക്ക് ചെയ്യുമ്പോൾ ഇനി ഇവരോട് എങ്ങനെ മിണ്ടാനാണ് എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ദേ ആളുടെ അടുത്ത ഓർഡർ. അത് പിന്നെ പറയാട്ടോ. എല്ലാ വർക്കും കഴിഞ്ഞപ്പോൾ എന്തോ എനിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ചെറിയൊരു സമയത്തിനുള്ളിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോ ചോക്ലേറ്റ്സും നെയിം സ്ലിപ്പും ക്ലിപ്പുമെല്ലാം. കൂടെ വിഷു കൈനീട്ടവും. പിറന്നാൾ സമ്മാനത്തെക്കുറിച്ച് ചോദിച്ച മാളൂട്ടിയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് മാളൂട്ടി വലുതായല്ലോ, ഇനി സമ്മാനങ്ങളൊന്നുമില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ പെട്ടി നിറയെ സ്നേഹം നിറച്ച് കാത്തിരിക്കുകയാണ് ആ അമ്മ. പിറന്നാളിന് മാളൂട്ടിയുടെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും പോലെ ഞാനും.